നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അതീവ പ്രാധാന്യമേറിയ ഒരു വാർത്തയിലേക്കാണ്. ബന്ദി വെടിനിർത്തൽ കരാറിൽ ഇസ്രയേലും ഹമാസും ഒപ്പുവെച്ചു. ഏറെ ചർച്ചകൾക്കൊടുവിലാണ് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള ഈ വെടിനിർത്തൽ കരാർ. ദക്ഷിണ ഗാസ മുനമ്പിൽ നിന്ന് വടക്കോട്ട് അഭയാർത്ഥികളെ തിരിച്ചയക്കുന്നതിന് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മേൽനോട്ടം ഇസ്രയേൽ അംഗീകരിച്ചു. നെറ്റ്സാരിം ഇടനാഴിയിൽ നിന്ന് IDFന്റെ പിൻവലിക്കൽ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കും എന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചു. 2024 ജൂണിൽ തന്നെ ഈ കരാറിനു വേണ്ടിയുള്ള ചർച്ചകളും അതിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച വിവരങ്ങളുമൊക്കെ അമേരിക്ക ചർച്ച ചെയ്യുകയും ഇടപെടുകയും ചെയ്തിരുന്നുവെന്നാണ് ഇപ്പോൾ ജോ ബൈഡൻ പറയുന്നത്. 42 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വെടിനിർത്തൽ കരാറാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. 2-3 ദിവസങ്ങൾക്കകം കരാർ വ്യവസ്ഥകൾ നടപ്പിൽ വരും. 5 നിർദ്ദിഷ്ട പ്രദേശങ്ങളിൽ നിന്നൊഴികെ IDF സേന പൂർണ്ണമായി പിൻവാങ്ങുമെന്ന് ഇസ്രയേൽ ഉറപ്പു നൽകുന്നു. എന്നാൽ അതിർത്തിയിൽ നിന്ന് 700 മീറ്റർ അകലെ വരെ തങ്ങളുടെ നിരീക്ഷണത്തിലും ഇസ്രയേൽ സേനയുടെ നിയന്ത്രണത്തിലുമായിരിക്കുമെന്ന് ഇസ്രയേൽ ശഠിച്ചു. അത് കരാർ അംഗീകരിച്ചു. കരാർ നടപ്പിൽ വന്ന് ഒരാഴ്ചയ്ക്കകം റഫ അതിർത്തി കടക്കാൻ പലസ്തീനികളെ ഇസ്രയേൽ അനുവദിച്ചു. മധ്യസ്ഥരുടെ മേൽനോട്ടത്തിൽ ആദ്യഘട്ടത്തിൽ മനുഷ്യസഹായം സംബന്ധിച്ച് ഒരു പ്രോട്ടോകോൾ തയ്യാറാക്കുമെന്ന് ഇസ്രയേൽ പറഞ്ഞു. ക്രോസിംഗുകളിലൂടെ പലസ്തീന് വേണ്ട സഹായമെത്തിക്കാൻ ഇസ്രയേൽ തന്നെ മുൻകൈയെടുക്കും. എന്നാൽ ഹമാസിന്റെ അടിമത്തത്തിൽ നിന്ന് ഗസയിലെ പലസ്തീനികളെ പൂർണ്ണമായി മോചിപ്പിച്ചതിനു ശേഷം മാത്രമായിരിക്കും ഇസ്രയേൽ സാധാരണക്കാർക്കായി ക്രോസിംഗുകൾ തുറക്കുക എന്ന് കരാറിൽ വ്യവസ്ഥ ചെയ്യുന്നു. പരിക്കേറ്റവരും രോഗികളുമായ എല്ലാ പലസ്തീൻ സിവിലിയന്മാരെയും റഫ ക്രോസിംഗ് വഴി പോകാൻ അനുവദിക്കും. ഓരോ ദിവസവും പരിക്കേറ്റ 50 പലസ്തീൻ പൗരന്മാരെയെങ്കിലും ഈജിപ്ഷ്യൻ ആശുപത്രികളിലേക്ക് മാറ്റാൻ ഹമാസിനും അനുമതി നൽകും. എന്നാൽ ഓരോ പ്രവർത്തകനും റഫ ക്രോസിംഗ് കടന്നു പോകണമെങ്കിൽ ഇസ്രയേലിന്റെയും ഈജിപ്തിന്റെയും അംഗീകാരം വേണം. റഫ ക്രോസിംഗ് ഇസ്രയേലും ഈജിപ്തും സംയുക്തമായി നിരീക്ഷിക്കും. അവിടെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. ഇരു രാജ്യങ്ങളും അനുവദിക്കുന്ന കാര്യങ്ങൾ മാത്രമേ റഫ ക്രോസിംഗിൽ ഇനി സാധ്യമാകൂ. ഗസൻ അഭയാർത്ഥികളുടെ തിരിച്ചുവരവ് സംബന്ധിച്ചും കരാറിൽ വ്യക്തമായ വ്യവസ്ഥകളുണ്ട്. നിരായുധരായ അഭയാർത്ഥികളെ ആദ്യ ആഴ്ചകളിലെ തിരച്ചിലുകൾക്ക് വിധേയരായി കാൽനടയായി ഗാസ മുനമ്പിന്റെ വടക്കു ഭാഗത്തേക്ക് മടങ്ങാൻ ഇസ്രയേൽ അനുവദിക്കും. ആദ്യ ആഴ്ചയ്ക്ക് ശേഷം കാൽനടയായി നിരായുധരായ അഭയാർത്ഥികൾക്ക് തീരദേശ അൽ റാഷിദ് സ്ട്രീറ്റ് വഴി വടക്കോട്ട് മടങ്ങാനും ഇസ്രയേൽ അനുവാദം നൽകും. എന്നാൽ വാഹനങ്ങൾ ഉപയോഗിച്ചോ ആയുധങ്ങൾ കൈമാറ്റം ചെയ്യാനോ ശ്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രയേൽ പറയുന്നു. ആദ്യ 2 ആഴ്ചകൾക്ക് ശേഷം അഭയാർത്ഥികൾക്ക് വാഹനങ്ങൾ വഴി വടക്കോട്ട് മടങ്ങാൻ അനുവാദം നൽകും. എന്നാൽ ഇസ്രയേലുമായി ഏകോപനം നടത്തുന്ന മധ്യസ്ഥർ അംഗീകരിക്കുന്ന ഒരു സ്വകാര്യ കമ്പനി സെക്യൂരിറ്റി പരിശോധനകൾ നടത്തുമെന്നാണ് ഈ കരാറിലെ വ്യവസ്ഥ. 33 ബന്ദികളെ ആദ്യഘട്ടത്തിൽ വിട്ടയക്കുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി സ്ഥിരീകരിച്ചു. ഇത് ഈ വ്യവസ്ഥയിൽ കൃത്യമായി ഉൾപ്പെടുത്തി. ആദ്യം സ്ത്രീകളും കുട്ടികളും, തുടർന്ന് വനിതാ സൈനികരും, പിന്നീട് 50 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർ. മാനുഷിക കേസുകൾ എന്ന് വിലയിരുത്തപ്പെട്ട യുവാക്കൾക്കും ചില പ്രിഫറൻസ് നൽകുമെന്ന് കരാർ വ്യവസ്ഥ ചെയ്യുന്നു. ഇതിനു പകരമായി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 250 പേർ ഉൾപ്പെടെ ശിക്ഷിക്കപ്പെട്ട 2000 ഭീകരരെ ഇസ്രയേൽ മോചിപ്പിക്കും. ഒക്ടോബർ 7 ശേഷം ഇസ്രയേൽ സേന പിടികൂടിയ 1000-ഓളം ഭീകരരെ ഇസ്രയേൽ മോചിപ്പിക്കും. ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന 110 തീവ്രവാദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി 9 രോഗികളോ പരിക്കേറ്റവരോ ആയ ബന്ദികളെ മോചിപ്പിക്കും. ഒക്ടോബർ 7 ഇസ്രയേലിന് നേർക്ക് നടത്തിയ ആക്രമണത്തിൽ പങ്കെടുത്ത ഹമാസ് ഭീകരരെ ഒരു തരത്തിലും മോചിപ്പിക്കില്ല എന്ന് ഇസ്രയേൽ കരാറിലൂടെ വ്യക്തമാക്കുന്നു. ഇക്കാര്യത്തിൽ ചർച്ചകളൊന്നും നടത്തില്ല എന്ന് ഇസ്രയേൽ തുടക്കം മുതൽ ശഠിച്ചിരുന്നു. ഒടുവിൽ ഹമാസും ഇതിന് വഴങ്ങി. ഗാസൻ ജയിലുകളിൽ ഇപ്പോൾ ഇസ്രയേൽ പാർപ്പിച്ചിരിക്കുന്ന 1000-ഓളം ഭീകരരെ വിട്ടയക്കുമെന്നും ഈ കരാറിൽ വ്യവസ്ഥ ചെയ്യുന്നു. 50 വയസ്സിന് മുകളിലുള്ള ഒരു ബന്ദിയെ വിട്ടയക്കുന്നതിന് പകരമായി 27 ജീവപര്യന്തം തടവുകാരെയും 31 മറ്റ് തടവുകാരെയും എന്ന അനുപാതത്തിലാണ് ഇരുകൂട്ടരും പരസ്പരം ബന്ദികളെയും തടവുകാരെയും വിട്ടയക്കുന്നത്. ഫിലാഡൽഫി ഇടനാഴിയുടെ മേൽനോട്ടം തങ്ങൾ തന്നെ വഹിക്കുമെന്നാണ് തുടക്കം മുതൽ ഇസ്രയേൽ ആവശ്യമുന്നയിച്ചത്. എന്നാൽ ഈ അഭ്യർത്ഥന മധ്യസ്ഥ രാജ്യങ്ങൾ നിരസിച്ചു. ഒടുവിൽ പ്രദേശത്ത് നിന്ന് പിന്മാറാൻ ഇസ്രയേൽ തീരുമാനമെടുത്തു. എന്നാൽ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് തങ്ങൾ പിന്മാറില്ല എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടതിനു ശേഷം പ്രഖ്യാപനം നടത്തി. ഇക്കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കാൻ ഇരുകൂട്ടരും അംഗീകരിച്ചതിന് തൊട്ടുപിന്നാലെ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു ഗസയിൽ ഇസ്രയേൽ.
ഇതിനെതിരെ വലിയ വിമർശനങ്ങളും ഉയർന്നു. വെടിനിർത്തൽ കരാർ വ്യവസ്ഥകൾ സംബന്ധിച്ച് ധാരണയായി എന്ന റിപ്പോർട്ടുകൾക്ക് തൊട്ടു പിന്നാലെയാണ് ഗസയിൽ ശക്തമായ ആക്രമണം ഇസ്രയേൽ നടത്തിയത്. ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 73 പേർ. ഇതിൽ 10 പേർ കുട്ടികൾ, 25 പേർ സ്ത്രീകൾ. ചില വ്യവസ്ഥകളിൽ നിന്ന് ഹമാസ് പിന്നോക്കം പോകുന്നു എന്ന ആരോപണം ഉന്നയിച്ച് വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകുന്നത് ഇസ്രയേൽ മന്ത്രിസഭ നേരത്തെ മരവിപ്പിച്ചിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി മധ്യസ്ഥ രാജ്യങ്ങളുടെ കൂടുതൽ സമ്മർദ്ദത്തെ തുടർന്ന് ഇസ്രയേൽ വ്യവസ്ഥകൾ അംഗീകരിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇക്കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഇസ്രയേലുമായി ശക്തമായ സംഭാഷണങ്ങൾ തുടരുന്നു. 2024 ജൂൺ മാസം US പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച 3 ഘട്ടം വെടിനിർത്തൽ കരാറാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വരുന്നത്. 1 വർഷത്തോളം നീണ്ടുനിന്ന ചർച്ചകൾ. മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും തുടർച്ചയായി അമേരിക്കയുമായി ചർച്ച നടത്തി. തുടർന്ന് ഇസ്രയേൽ പ്രതിനിധികളുമായി ദീർഘനേരം അവർ നടത്തിയ ചർച്ചകൾ. ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബാർണിയും ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു. ഹമാസുമായി ഇത്തരമൊരു കരാർ ഒപ്പിടുന്നതിൽ ഇസ്രയേൽ ഭരണസഖ്യത്തിലെ തീവ്ര വലതുപക്ഷ കക്ഷികൾക്ക് കടുത്ത വിയോജിപ്പുണ്ട്. ദേശീയ സുരക്ഷാ മന്ത്രി ബെൻഗർ കരാറിൽ എതിർപ്പറിയിച്ചു. യുദ്ധം തുടരാൻ ഇസ്രയേലിനെ അനുവദിക്കുന്ന വ്യവസ്ഥകൾ കരാറിൽ ഉൾപ്പെടുത്തണമെന്ന് സ്മോട്രിച്ചും ആവശ്യപ്പെട്ടു. കരാർ നടപ്പായാൽ ഇസ്രയേൽ സർക്കാർ പ്രതിസന്ധികളിൽ അകപ്പെടുമോ എന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ ആശങ്ക കൂറുന്നു. ജനുവരി 20-ാം തീയതി അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കും മുൻപ് തന്നെ കരാർ വ്യവസ്ഥകൾ നടപ്പിലാക്കുകയാണ് ഇപ്പോൾ ഇസ്രയേലിന്റെയും ജോ ബൈഡന്റെയും ലക്ഷ്യം. മധ്യ പൗരസ്ത്യ മേഖലയിൽ അസ്ഥിരത പടർത്തിയ 15 മാസത്തെ നീണ്ട യുദ്ധം. ഒടുവിൽ ഇതാ കരാർ അന്തിമമായി എന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. 2023 ഒക്ടോബർ 7-ന് നടന്ന അതിക്രൂരമായ ഭീകരാക്രമണം തുടർന്നാണ് ഇസ്രയേൽ ഹമാസിനെതിരെ ശക്തമായ യുദ്ധ നടപടികൾ ആരംഭിച്ചത്. ഗസ മുനമ്പിൽ സമാനതകളില്ലാത്ത ആക്രമണങ്ങൾ ഇസ്രയേൽ അഴിച്ചുവിട്ടു. G7 നേതാക്കൾ ഗസയിലെ വെടിനിർത്തൽ കരാറിനെ ഒരു സുപ്രധാന വികസന നാഴികക്കല്ലെന്ന് വിശേഷിപ്പിക്കുകയും ഇസ്രയേലിനോടും ഹമാസിനോടും അതിൻ്റെ പൂർണ്ണമായ നടപ്പാക്കലിന് പൂർണ്ണ മനസ്സോടെ പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇതൊരു സുപ്രധാന സംഭവ വികാസമെന്നാണ് G7 രാഷ്ട്രങ്ങൾ പറയുന്നത്. എല്ലാ കക്ഷികളോടും ക്രിയാത്മകമായി ഇടപഴകാൻ അഭ്യർത്ഥിക്കുന്നു. എന്റെ സുഹൃത്ത് നെതന്യാഹു പലസ്തീനികളുടെ നിയമപരമായ ആശങ്കകൾ ഉൾക്കൊള്ളണമെന്ന് ജോ ബൈഡൻ പറഞ്ഞു. സുരക്ഷാ മന്ത്രിസഭ ഇന്ന് യോഗം ചേരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സർക്കാർ ശനിയാഴ്ച ഈ കരാറിന് അംഗീകാരം നൽകും. തൊട്ടടുത്ത ദിവസം തന്നെ കരാർ നടപ്പിലാകുമെന്നും ഇസ്രായേൽ അറിയിക്കുന്നു. കരാറിൽ വോട്ടെടുപ്പ് നടത്തുന്നതിനായി പ്രധാനമന്ത്രി ഇന്ന് സുരക്ഷാ ക്യാബിനറ്റ് യോഗം വിളിച്ചു ചേർത്തു. ശനിയാഴ്ച സമ്പൂർണ്ണ ക്യാബിനറ്റ് യോഗം വിളിക്കുമെന്ന് പ്രധാനമന്ത്രി നെതന്യാഹു തന്നെ വിശദീകരിക്കുന്നു. എന്നാൽ ഇതിനെതിരെ കോടതിയിൽ ഹർജി ഫയൽ ചെയ്യാനുള്ള അവസരം 24 മണിക്കൂർ നേരമുണ്ട്. കോടതികളിൽ ഈ തീരുമാനം ചോദ്യം ചെയ്യാനുള്ള അവകാശങ്ങൾക്ക് ശേഷമായിരിക്കും കരാർ നിലവിൽ വരിക. തിങ്കളാഴ്ച വൈകിട്ടോടെ കരാർ നിലവിൽ വരുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നത്. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ നമ്മുടെ എല്ലാ ബന്ധുക്കളുടെയും തിരിച്ചുവരവ് ഉൾപ്പെടെ യുദ്ധത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കാൻ ഇസ്രായേൽ രാഷ്ട്രം പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ന്യൂയോർക്ക് സിറ്റിയിലെ ടൈംസ് സ്ക്വയറിൽ വെടിനിർത്തൽ ബന്ദി കരാറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ പലസ്തീൻ പ്രതിരോധത്തെ അഭിനന്ദിച്ചു. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഈ വെടിനിർത്തൽ ബന്ദി കരാർ ലോകം ചർച്ച ചെയ്യുന്ന മണിക്കൂറുകളിലൂടെയാണ് കടന്നുപോകുന്നത്. കരാറിനെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഒരു വെടിനിർത്തൽ അത് ലോകത്തിന്റെ അനിവാര്യതയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.